വെൽക്കം ബാക്ക്. എല്ലാ മാന്യപ്രേക്ഷകർക്കും കെൽവിൻ കിച്ചൻ സ്മാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾപൂളിന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ പറ്റിയിട്ടാണ്. അപ്പോൾ വേൾപൂളിന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വേൾപൂളിന്റെ എയ്സ് ടർബോ ഡ്രൈ 8.5 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. അതുകൊണ്ട് തന്നെ കറന്റ് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ബേസ് നോക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ. ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് ടബും അതുപോലെ തന്നെ സ്പിന്നിങ് ടബ് വരുന്നുണ്ട്. വാഷിംഗ് ടബ് എന്ന് പറയുന്നത് ഇതൊരു 8 കിലോന്റെ, അതായത് 8 കിലോ ഉണങ്ങിയ തുണി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിന്റെ കപ്പാസിറ്റി പറയുന്നത്. ഇനി ഇത് സ്പിന്നിങ് ടബിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 5.5 വരെയാണ് മാക്സിമം നമുക്ക് ഇതിൽ കപ്പാസിറ്റി ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇതിൽ വാഷ് ചെയ്യണം, അതിനുശേഷം സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രയറിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പൊ ഇതാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ പ്രത്യേകത. നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സംബന്ധിച്ച് വരില്ല. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഫീച്ചേഴ്സിലേക്ക് എടുത്തു നോക്കാം. ഫീച്ചേഴ്സിലേക്ക് എടുത്തു നോക്കുമ്പോൾ വേൾപൂളിനെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ 4 വർഷത്തെ ഫുൾ വാറന്റി കൊടുക്കുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് വേൾപൂളിന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അതുപോലെ തന്നെ ഇതിന്റെ വാഷ് മോട്ടറിന് 10 വർഷത്തെ വാറന്റിയാണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിന് വരുന്നത്. ഇത് 1-2 കമ്പനികൾ മാത്രമാണ് എന്റെ അറിവിൽ ഈ ഒരു 10 വർഷം വാഷ് മോട്ടർ വാറന്റിയും 4 വർഷം ഫുൾ വാറന്റി കൊടുക്കുന്ന കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൈസ് കൊണ്ട് നിങ്ങൾ എടുക്കുന്ന പ്രൈസിന് വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വേൾപൂളിന്റെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്തും ഈ ഒരു വാഷിംഗ് മെഷീൻ 4 ഇയർ വാറന്റി അവൈലബിൾ ആയിരിക്കും. സർവീസിലേക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ സർവീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിലേക്ക് ആയിട്ടും വാങ്ങാവുന്നതിൽ ഒരു നല്ലൊരു കമ്പനി തന്നെയാണ് വേൾപൂൾ. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാറന്റി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം 5 സ്റ്റാർ റേറ്റഡ് ആണ്. മൂന്നാമത്തെ പറയുന്നത് ഇതിന്റെ അടിഭാഗം കൺസീൽഡ് ആണ്. എലി കയറുന്ന പ്രശ്നം നിങ്ങൾക്ക് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിൽ വരില്ല. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ 100% ഗ്യാരണ്ടി നമുക്ക് തരാം. ഇനി നാലാമതായിട്ട് വരുന്നതാണ് ഇതിന് വീല് വരുന്നുണ്ട്. വീല് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൂവബിൾ ചെയ്ത് ട്രോളി പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം പ്രശ്നമില്ല. പിന്നെ വേറെ ഇതിന്റെ ഡോറാണ്. ഡോർ നമുക്ക് ഇത്തരത്തിൽ എടുത്തു മാറ്റാൻ പറ്റിയ ടൈപ്പാണ്. സ്പിന്നിങ്ങിന്റെ ആകുമ്പോൾ അത് ഇത്തരത്തിൽ ഫിക്സഡ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ ക്ലോസിങ് ഓപ്പണിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഡോർ ഹാൻഡിൽ നമുക്ക് ഇതിന്റെ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് മാറ്റിടാനുള്ള ഓപ്ഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻ ആണ്. ഈ ഒരു ബോക്സ് പാക്കിന്റെ ഉള്ളിൽ ആകെ വരുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് വേസ്റ്റ് പൈപ്പ് ഓൾറെഡി ഇതിൽ ഫിക്സഡ് ആയിരിക്കും. ഇത് സ്പിന്നിങ് ടബിലേക്ക് വെക്കണതാണ്. അതുപോലെ തന്നെ കണക്ട് ചെയ്യണ ഒരു പൈപ്പ് ഇതിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഇതിൽ വാറന്റി കാർഡ് ഉണ്ടാവും. ഇത്ര ആക്സറീസ് മാത്രമാണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ കമ്പനി ആക്സറീസ് ആയിട്ട് നമുക്ക് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡ്രം എന്ന് പറയുന്നത് കുറച്ചും കൂടി യൂണീക്ക് ആയിട്ട് വരുന്ന ഒരു ഡ്രം ആണ്. അതായത് നമുക്ക് ഇതിന്റെ പൾസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇംബുലർ ടൈപ്പ് വരുന്ന പൾസിലേറ്റർ ആണ്. കുറച്ചും കൂടി സ്ക്രബിംഗ് ഒക്കെ നല്ല രീതിയിൽ കൂടുതലായിരിക്കും. നല്ല രീതിയിലുള്ള വാഷിംഗ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൾസിലേറ്റർ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഇതിന്റെ സൈഡിലായിട്ടും ഒരു സ്ക്രബ്ബർ കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി വാഷിംഗ് പെർഫോമൻസ് കൂട്ടാനായിട്ട്. പിന്നെ നോർമൽ ആയിട്ട് വരുന്ന ലിൻഡ് ഫിൽറ്റർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഡ്രം സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതിൽ ഡ്രം സൈസ് ഉണ്ട്. ഇനി ഇതിന്റെ ഡ്രമ്മിലേക്ക് നോക്കുകയാണെങ്കിലും ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് മാക്സിമം വാഷ് തുണികൾ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അതിന് മേലേക്ക് കൂടുതൽ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. ഒരു ലെവല് ഇതിൽ നമുക്ക് കീപ്പ് ചെയ്ത് വാഷ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പിന്നിങ് ടബിലേക്ക് നോക്കുമ്പോൾ ഒരു 5.5 കിലോന്റെ നമുക്ക് തുണികളിട്ട് വാഷ് ചെയ്യാൻ പറ്റിയ സ്പിന്നിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഡ്രൈ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഡ്രയർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 100% നമുക്ക് ഒരു സെമി ഓട്ടോമാറ്റിക്കലും ഡ്രൈ ചെയ്ത് കിട്ടില്ല. ഒരു 60-70% മാക്സിമം. അതായത് ഇതിന്റെ സ്പിന്നിങ് ടബിന്റെ RPM എന്ന് പറയുന്നത് 1400 RPM ആണ് ഈ ഒരു സ്പിന്നിങ് ടബിൽ വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഉണക്കല് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിന്റെ മോട്ടറിന്റെ ഒക്കെ വാട്ട്സ് എന്ന് പറയുന്നത് ഒരു വാഷിംഗ് ടബിലേക്ക് ആണെങ്കിൽ ഇതൊരു 420 വാട്ട്സിന്റെ മോട്ടർ ആയിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അതിനുള്ള വാഷിംഗ് പെർഫോമൻസിനാണ് ഇതിൽ കിട്ടുള്ളൂ. ഇനി സ്പിന്നിങ് ടബിലേക്ക് വരുമ്പോൾ ഒരു 150 വാട്ട്സിന്റെ ഒക്കെ സ്പിൻ മോട്ടർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എല്ലാവരും വിചാരം ഇതിൽ 2 ടൈപ്പ് മോട്ടർ ഉണ്ട്, വാഷ് മോട്ടർ ഉണ്ട്, സ്പിൻ മോട്ടർ ഉണ്ട്. സ്പിൻ മോട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈ ചെയ്യാനും, വാഷ് മോട്ടർ എന്ന് പറയുന്നത്
വാഷിങ്ങിനാണ്. അപ്പൊ ഈ വാഷ് മോട്ടറിനാണ് 10 വർഷത്തെ വാറന്റി വരുന്നത്. സ്പിൻ മോട്ടറിന് 4 ഇയർ തന്നെയാണ് വാറന്റി ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സെമി ഓട്ടോമാറ്റിക്കലി വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്ലഗ് പോയിന്റ് ആണ് നിങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന നോർമൽ ടൈപ്പ് 3 പിന്നാണ് കൊടുത്തിട്ടുള്ളൂ. പവർ പ്ലഗിന്റെ ആവശ്യമൊന്നും സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇല്ല. ഇനി നിങ്ങൾക്ക് വീട്ടിൽ പൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിൽ വെള്ളം കൊണ്ട് ഓരി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അത്രയുമാണ് ഇതിന്റെ മാനുവലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഇത് വെക്കുന്ന പ്ലേസ് എപ്പോഴും നല്ല നോർമൽ ടൈപ്പുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേസുകളാണ് വെച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ സ്പിന്നിങ് ടബിലേക്ക് നോക്കുമ്പോൾ വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ പ്രതലത്തിൽ തന്നെ വെച്ച് വാഷ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ കൂടുതലും സ്റ്റാൻഡും ഒന്നും വെക്കാതിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചില കമ്പനികൾക്ക് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഇതിന് വീലൊക്കെ വരുന്നതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് സ്റ്റാൻഡും ഒന്നും വെക്കേണ്ട എന്നാണ്. കാരണം ഓൾറെഡി ഇതിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഫുള്ള് റാറ്റഡ് ആണ്. നിങ്ങൾക്ക് തന്നെ മൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനാകെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രവർത്തനത്തെ പറ്റിയാണ്. അപ്പൊ നമുക്ക് പ്രവർത്തനം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ പ്ലഗ് കണക്ട് ചെയ്യുന്നു. പ്ലഗ് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ നോർമൽ ടാപ്പ് ഇതിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ വാഷിംഗ് പ്രോസസ്സ് വാഷ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു. എന്നാൽ മാത്രമാണ് ഈ ഒരു വാഷിംഗ് ടബിലേക്ക് വെള്ളം വരുള്ളൂ. ഇതിൽ നമുക്ക് 4 പ്രോഗ്രാംസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് ഇതിൽ നോർമൽ ആയിട്ട് വരുന്ന പ്രോഗ്രാം സെലക്ടർ ആണ്. അതായത് നമ്മുടെ വീട്ടിൽ നോർമൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളാണ് ഡെലിക്കേറ്റ്സ് എന്ന് പറയാം. പിന്നെ ഹെവി ആയിട്ടുള്ളത്, അങ്ങനെ 3 പ്രോഗ്രാമാണ് ഇതിൽ കൊടുക്കുക. ഇനി ഇതിന് പുറമെ വേറെ എന്താണ് ഇതിന്റെ ടൈമർ ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ മാക്സിമം 40 മിനിറ്റ് വരെ ടൈം ഉണ്ട്. ഈ 40 മിനിറ്റ് എന്ന് പറയുന്നത് സോക്കിംഗ് ടൈം ആണ്. ഏകദേശം 25 മിനിറ്റ് നമ്മൾ തുണികൾ വെള്ളത്തിലിട്ട് കുതിർന്ന് ഫോം ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സോക്കിംഗ് എന്നിട്ട് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കലിലേക്ക് ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ വാഷിംഗിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ വാഷ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാണെന്നുണ്ടെങ്കിൽ 25 ടൈം എന്ന് പറയുന്നത് ഇത് സോക്ക് ചെയ്തത് ഒരു പ്രോസസ്സാണ് ഇതിൽ നടക്കുക. നമുക്ക് സ്ക്രബ് ചെയ്ത് കിട്ടില്ല, ആ ഒരു പ്രോസസ് ആയിരിക്കും ഈ ഒരു ഫംഗ്ഷനിൽ നടക്കുള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് ഓട്ടോ റീസ്റ്റാർട്ട് ഉള്ളതാണ്. ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിൽ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും 10 മിനിറ്റ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ആവുള്ളൂ. വീണ്ടും നമ്മൾ ഒന്നിന് തുടങ്ങേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇതിന്റെ പ്രോഗ്രാം സെലക്ടർ, അതുപോലെ തന്നെ വാഷ് ടൈമർ. പിന്നെ വരുന്നത് നോർമൽ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷിലേക്ക് തന്നെ മാറ്റിട്ട് കൊടുക്കുക. വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഈ ഒരു വാഷിംഗ് സെലക്ടർ ഡ്രൈയിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സ്പിന്നിങ്ങിന്റെ ആണ്. മാക്സിമം മിക്ക സെമി ഓട്ടോമാറ്റിക്കലി ഞാൻ കണ്ടിട്ടുള്ളത് 5 മിനിറ്റ് ആണ് അതിന്റെ സ്പിന്നിങ് ടൈം കൊടുക്കുക. ഇതിൽ നമുക്ക് 10 മിനിറ്റ് സ്പിന്നിങ് ടൈം കൊടുക്കുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം സ്പിൻ ചെയ്തെടുക്കേണ്ട ഒരു പെർഫോമൻസ് ഇതിൽ കിട്ടും. അപ്പൊ കുറച്ചും കൂടി എന്റെ അഭിപ്രായത്തിൽ ബെറ്റർ ആയിരിക്കുമെന്നാണ് ഒരു ഇത്. പിന്നെ ഈ ഒരു നോബ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും വീണ്ടും ഇപ്പൊ നമ്മൾ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് വീണ്ടും റിട്ടേൺ തിരിക്കരുത്. കറക്റ്റ് ഡിമെൻഷൻ ഇട്ടിട്ടുണ്ട്, ഡു നോട്ട് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ് കറക്റ്റ് ഈ രീതിയിൽ തന്നെ വേണം നമ്മൾ ഓഫിലേക്ക് മാറാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രോഗ്രാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് വാഷിംഗിൽ ഇപ്പോൾ സോക്കിംഗ് വേണ്ട 15 മിനിറ്റ് സെലക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫിലേക്ക് മാറുന്നു. അതിനുശേഷം നമ്മൾ ഇത് വേസ്റ്റ് വെള്ളം പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇതിലത്തെ തുണികൾ ഡ്രൈയിലേക്ക് മാറ്റിയിടുന്നു. മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്നു. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു വാഷിംഗ് മെഷീന്റെ പ്രോസസ്സ് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പൗഡറിന്റെ അംശം ഈ ഒരു വാഷിംഗ് ടബിൽ തുണികളൊക്കെ പെറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിന്നിങ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം ഉപയോഗിക്കാം. അപ്പൊ അതിനായിട്ട് ഈ ഒരു വാഷിംഗ് സെലക്ടറിൽ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റി സ്പിന്നിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പിൻ ടബിലേക്കും വെള്ളം വരും. അപ്പൊ അങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ആ പറ്റി പിടിച്ചിരിക്കുന്ന ഇതൊക്കെ ഡ്രൈ ചെയ്ത് വേസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ അഡീഷണൽ സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ആ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വേൾപൂളിന്റെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ കൊടുക്കാവുന്ന മാക്സിമം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലിൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ ഒരു പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ചാളൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും തുണികളൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ആ സ്മെല്ല് ഈ പറഞ്ഞ ക്ലോത്തിലേക്കും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ലിൻഡ് ഫിൽറ്റർ ഊരി എടുത്തിട്ട് ക്ലീൻ വെച്ചതിന് ശേഷം മാത്രം വീണ്ടും തുണികളിട്ട് വാഷ് ചെയ്യുക. അത് കറക്റ്റ് ഒരു വാഷിംഗ് മെഷീന്റെ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ഫിൽറ്റർ കൂടി ക്ലീൻ ചെയ്യാൻ തന്നെയാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും ലോക്കൽ ടൈപ്പ് പൗഡറുകളൊന്നും ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാതിരിക്കുക. വാങ്ങിക്കുമ്പോൾ നല്ല പൗഡർ തന്നെ വാടിച്ച് വാഷ് ചെയ്യുക.
പിന്നെ ലിക്വിഡ് നമുക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ സെമി ഓട്ടോമാറ്റിക്കിനെ സംബന്ധിച്ച് പൗഡർ തന്നെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുണികളൊക്കെ ഇതിൽ തന്നെ ഇട്ട് സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിന്റെ വാഷിംഗ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 100% വാഷിംഗ് പെർഫോമൻസ് ഒന്നും സെമി ഓട്ടോമാറ്റിക്കിൽ കിട്ടില്ല. ഒരു 70% വാഷിംഗ് പെർഫോമൻസ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ മാനുവലായിട്ട് ഉപയോഗിക്കേണ്ടത് തന്നെ വലിയ രീതിയിലുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും എൻ്റെ അറിവിൽ വളരെ കുറവാണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിൽ വരുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ 10 വർഷത്തെ വാഷ് മോട്ടർ വാറണ്ടി, 4 ഇയർ ഫുൾ വാറണ്ടി ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഷോറൂമിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രൈസിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു മോഡലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 17,450 ഇതിന്റെ ഒരു MRP വരുന്നത്. മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു 14,500 ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. ഇത് 8.5 kg ആണ്. ഇതിന്റെ KG കൂടിയതും KG കുറഞ്ഞ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 8 കിലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 8 കിലോ ഒരു 1-2 പേരൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ 6 കിലോ 7 കിലോന്റെ ഒക്കെ മെഷീൻസ് ഉണ്ട്. വളരെ പ്രൈസ് കുറവായിരിക്കും ഇതിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. KG കൂടുന്നതനുസരിച്ച്, പ്രോഗ്രാംസ് കൂടുന്നതനുസരിച്ച്, ഫംഗ്ഷൻസുകളൊക്കെ മാറ്റം വരുമ്പോഴാണ് ഈ ഒരു സെമി ഓട്ടോമാറ്റിക്കിന് പ്രൈസ് കാര്യങ്ങളൊക്കെ കൂടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ ഇതിൽ താഴെയായിട്ട് കമന്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും